റോഷിപാൽ, ആഗോള അയ്യപ്പ സംഗമം വീണ്ടും ഒരു വിവാദത്തിലേക്ക് വഴിതെളിക്കുകയാണ്. സെപ്റ്റംബർ 20 നടക്കേണ്ടതാണ് ആഗോള അയ്യപ്പ സംഗമം. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉയർന്നു. പ്രതിപക്ഷമെടുത്ത നിലപാട് എന്താണ്? അതേസമയം തന്നെ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ബദൽ സംഗമവും അതിനെ എങ്ങനെയാണ് സർക്കാരും നോക്കിക്കാണുന്നത്? റോഷിപാൽ. അരുൺകുമാർ, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഇന്നാണ് UDF നിലപാട് വ്യക്തമാക്കിയത്. പക്ഷേ ആശയക്കുഴപ്പമുണ്ട്. അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുക്കുമോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തതയില്ലാത്തത്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ വാക്പോര് തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംഘപരിവാർ സംഘടനകൾ ബദലായി അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. CPM നേതൃത്വമാകട്ടെ ഇത് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു വിശ്വാസികളുടെ സംഗമം എന്ന രീതിയിൽ തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തെ വിലയിരുത്തുന്നതും ആ തരത്തിലാണ് പ്രചാരണം നൽകുന്നതും. ഏതായാലും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉയർത്തിയ UDF-ന്റെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, കഴിഞ്ഞ 2019 യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമോ, രണ്ടാമത് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ? ഈ 2 കാര്യങ്ങൾ ഒരു നിലപാട് സർക്കാർ വ്യക്തമാക്കണം, എങ്കിൽ UDF-ഉം നിലപാട് വ്യക്തമാക്കുമെന്നാണ്. ഏതായാലും പരിപാടി ഗംഭീരമാക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് ഈ കാര്യത്തിൽ രാഷ്ട്രീയ പോര് തുടരുകയും ചെയ്യും. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.